മദ്യനയത്തിൽ ഇളവ് ലഭിക്കാൻ കോഴ നൽകാൻ ബാർ ഉടമകൾ 2.5 ലക്ഷം രൂപ വീതം നൽകണം എന്നാവശ്യപ്പെട്ടുള്ള സംഘടനാ നേതാവിന്റെ ശബ്ദരേഖ 24-ന് ലഭിച്ചു. ഇടുക്കിയിലെ ബാർ ഉടമകളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് സംഘടനാ വൈസ് പ്രസിഡന്റും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായ അനിമോൻ ഓഡിയോ സന്ദേശം അയച്ചത്. പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ്. അതിനകത്ത് നമ്മളിപ്പോൾ 1-ാം തീയതി ഡ്രൈഡേ എടുത്തു കളയും. ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിങ്ങിന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. അതിനാരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളതിൽ ഒരു ഹോട്ടൽ, അതായത് സ്പൈസ് ഗ്രൂ ഹോട്ടൽസ് അണക്കര 2.5 ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ്. വലിയൊരു ഗ്രൂപ്പ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആകപ്പാടെ അവരൊരു 4 ലക്ഷം രൂപ ഇവിടെ കൊടുത്തായിട്ട് കംപ്ലീറ്റ് കണക്കും കാര്യങ്ങളും പ്രസിഡന്റ് ഇവിടെ വെച്ച് പറഞ്ഞു. ഇത് നമ്മൾ അങ്ങോട്ട് കൊടുക്കാം. ഇതുവരെ 1/3 ആണ് ടോട്ടൽ കളക്ഷൻ ഓൾ ഓവർ സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയേക്കുന്നത്. ഇത് നമ്മൾ കൊടുക്കാണ്ട് ആരും നമ്മളെ സഹായിക്കില്ല. ആരുമായിട്ടും ആർക്കും വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് 2.5 ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്നവർ 2 ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക. അനിമോനെ തള്ളി ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ രംഗത്തെത്തി. ചില രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് പുതിയ നീക്കമെന്ന് സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാർ പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ ഒരു ചർച്ചയും ഒരിടത്തും വന്നില്ല. കാര്യം എന്തെങ്കിലും ചെയ്യണമായിരുന്നെങ്കിൽ അന്ന് ബാർ തുറന്നു തന്നപ്പോഴാണ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു ചർച്ചയും ഒരു ഭാഗത്തും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞങ്ങളോട് ഒരിക്കലും ഈ ഗവൺമെൻറ് ഒരു ആവശ്യത്തിനും അത്തരത്തിലൊരു ആവശ്യത്തിനും ഞങ്ങളെ സമീപിച്ചിട്ടില്ല. ഇപ്പം 800 ഹോട്ടലുകളായി, 820ഓളം ഹോട്ടലുകളായി ഈ 7 വർഷത്തിനകം. ഒരു ഹോട്ടലെങ്കിലും ലൈസൻസ് നേടാനായിട്ട് 1 രൂപ ആരെങ്കിലും വാങ്ങിയതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. നിങ്ങളുടെ ശ്രദ്ധയിലും പെട്ട് കാണില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സുൽകുമാർ മാധ്യമങ്ങൾ എപ്പോഴും കാണുകയാണ് അതിലേക്ക്. അത് അയാളുടെ ഹോട്ടൽ തന്നെയാണ് അയാൾ പറയണത്. അത് അയാളുടെ ഹോട്ടൽ തന്നെയാണ്. അയാൾ പാർട്ണറായിട്ടുള്ള ഹോട്ടലിൻ്റെ കാര്യമാണ് അയാൾ പറയണത്. അയാൾ സസ്പെൻഡ് ചെയ്ത ഒരാൾ എന്ത് പറഞ്ഞു എന്ന് എനിക്കൊക്കെ അറിയാം. അയാൾ ആർക്ക് പണം തന്നു? ഞങ്ങൾക്കൊരു പൈസ തന്നിട്ടില്ല. കെട്ടിടം പണിയാനുള്ള പൈസ അയാൾ തന്നു, അത് ശരിയാണ്. അല്ല, അയാൾ തന്നു. പക്ഷെ അയാൾ തന്നുകൊണ്ട് തന്നെ അയാൾ പാരൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം അത് ഒരു സംഘടന രൂപീകരിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ സംഘടന ആയാൽ മാത്രമേ അയാളുടെ സംഘടന എന്ന് പറയാക്കുള്ളൂ. അതില്ലാത്തടത്തോളം ഇതിൽ നിന്നല്ലേ ഒക്കുള്ളൂ. ഇതൊരു ആവശ്യം ഭാരവാഹികൾ ഞങ്ങളല്ലേ ബന്ധപ്പെടുന്നത്. അതൊരു സംഘടന ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്കറിയാലോ. നേരത്തെ ഇതിനകത്ത് വേറൊരു സംഘടന ഉണ്ടായിട്ടുണ്ട്. അന്ന് മനുഭവനൊക്കെ ഒരു പക്ഷത്തുണ്ടായിരുന്നു. അത് നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പഴയ ബാർക്കോഴയുമായിട്ട് ബന്ധപ്പെടുത്തി ഇതിനെ പറയണം. അപ്പം ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഞങ്ങൾ കൊടുക്കേണ്ടിയിരുന്നെങ്കിൽ ബാർ ഓപ്പൺ ചെയ്തപ്പോഴാണ് കൊടുക്കേണ്ടിയിരുന്നത്. അപ്പോഴും കൊടുക്കാത്ത ആളുകൾ ഇപ്പോൾ 2 മണിക്കൂർ സമയം കൂട്ടി തന്നെ എന്തിനാണ് പൈസ കൊടുക്കുന്നത്? ഇപ്പോൾ അതാ പറഞ്ഞു, ഇപ്പോൾ 5 ലക്ഷം രൂപ ലൈസൻസ് ഫീസ് വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് കൊണ്ട് എന്തെങ്കിലും കൊടുത്തിട്ട് നിങ്ങൾ വർദ്ധിപ്പിക്കരുതെന്ന് പറഞ്ഞ് കൊടുത്താൽ ഗുണമുണ്ട്. അതും ചെയ്യാമത്തില്ല. 5 ലക്ഷം രൂപ നമ്മുടെ പുറത്തടിച്ചു വന്നിരിക്കുകയാണ് ഈ കച്ചവടം കുറഞ്ഞിരിക്കുന്ന സമയത്ത്. അപ്പോൾ അതിന് കൊടുത്ത് കുറയ്ക്കാവത്തില്ല ഞങ്ങൾക്ക്. ഇതിൽ ഒരു ഗവൺമെൻറ് രാവിലെ എഴുന്നേറ്റ് എല്ലാം വ്യവസായത്തിന് ദോഷമുള്ള കാര്യമല്ലല്ലോ തീരുമാനിക്കണത്. ഗുണകരമായ കാര്യം തീരുമാനിക്കുമല്ലോ. ഇപ്പോൾ ദോഷമുള്ള കാര്യം തീരുമാനിച്ചു, 5 ലക്ഷം രൂപ കൂട്ടാൻ. ഗുണകരമായ ചില കാര്യങ്ങളും തീരുമാനിക്കും. അപ്പോൾ എല്ലാം ദോഷം തീരുമാനിച്ച് വ്യവസായം നടത്താക്കുമോ? അപ്പോൾ ഗവൺമെൻറ് ഭാഗം നോക്കി സാമ്പത്തിക കാര്യങ്ങളിൽ അങ്ങനെ തീരുമാനിക്കും. പല കാര്യങ്ങളും അവർ തീരുമാനിക്കും. ദോഷമുള്ള കാര്യവും തീരുമാനിക്കും. അപ്പോൾ ഞങ്ങൾ വീണ്ടും റെപ്രസെൻറ്റേഷൻ കൊടുക്കും. ഞങ്ങളെപ്പോലെ എല്ലാവരും ഡെയിലി കയറി ഇറങ്ങി റെപ്രസെൻറ്റേഷൻ കൊടുക്കും. ചിലത് കേൾക്കും, ഒരു 80% ഒഴിവാക്കി 20% കേൾക്കും. അത് ഞങ്ങൾ മാത്രമല്ല, കേരളത്തിലെ എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്ന മേഖലയിലും അസോസിയേഷനുണ്ട്. അവരിത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളും അത് തന്നെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡ്രൈഡേ മാറ്റിയാൽ ഈ ലൈസൻസ് ഫീ കൊടുക്കുന്ന സാധനം ഗവൺമെന്റ് ചെയ്യാവുന്നതാണല്ലോ. അതിനുവേണ്ടി
അതല്ലേ പറഞ്ഞു, ഞങ്ങൾ ഇന്നല്ല കൊടുത്തത്. ഞങ്ങൾ 5 വർഷമായി ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 വർഷമായി. ഇപ്പം ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ വ്യവസായം 40% കച്ചവടം താഴെ പോവുകയും 5 ലക്ഷം രൂപ ലൈസൻസ് ഫീ കൂടുകയും ചെയ്തപ്പോൾ ഞങ്ങൾ ശക്തിയായി, ഞങ്ങൾ മാത്രമല്ല ഈ മേഖലയിലെ 25ഓളം അസോസിയേഷൻ കത്ത് കൊടുത്തു. നിങ്ങൾ ടൂറിസം ഡയറക്ടറേറ്റിലും സെക്രട്ടറിയുടെ ഓഫീസിലും മന്ത്രി ഓഫീസിലും പോയാൽ ആ കത്തുകൾ കിട്ടും. ഞങ്ങൾ മാത്രമല്ല 25 സംഘടനകൾ കൊടുത്തിട്ടുണ്ട് പരാതി. ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കും, ഇനി ആലോചിക്കുകയുള്ളൂ. അല്ല, അത് ഞങ്ങളിപ്പോൾ ഇന്ന് രാവിലെ നിങ്ങൾ വിളിച്ചോണത്തി ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇനി അതെല്ലാം കൂട്ടായി ആലോചിക്കേണ്ട കാര്യമാണ്. അത് കൂട്ടായി ആലോചിക്കേണ്ട കാര്യം എന്തായാലും അന്വേഷണം നടക്കുകയല്ലേ. അപ്പോൾ ഓൾറെഡി വിജിലൻസ് എൻക്വയറി ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഞാൻ ഒന്നും എവിടെ ഉന്നയിച്ചില്ലല്ലോ. ഞാൻ എവിടെ ഉന്നയിച്ച്? ഇന്ത്യനിലായിട്ട് എവിടെ ഉന്നയിച്ച്? ഞാൻ ഒരിടത്തും ഉന്നയിച്ചിട്ടില്ല. അത് എനിക്ക് തരാമെന്നല്ലല്ലോ ഇൻഫോസിസുകാർ പറഞ്ഞിരിക്കുന്നത്. ഈ രാജ്യത്തെ ഒരു ടെക്നോ പാർക്കുകാർ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പം നിങ്ങൾക്കറിയാം, ITA നടത്തുന്ന ഒരു കമ്പനിക്കും അവർക്ക് സ്വന്തമായിട്ട് ബാർ നടത്താൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ കോ പാർട്ണറെ കണ്ടെത്തും. അത് ചിലപ്പോൾ 5 സ്റ്റാർ ഹോട്ടലുകളായിരിക്കും വരുന്നത്. അത് നാളെ അറിയാവുള്ളത് ആരാണ് അവരുടെ കോ പാർട്ണർ. എന്തായാലും അവരോടൊപ്പം കോ പാർട്ണർ അവരുടെ ശേഷിയൊന്നും ഞങ്ങൾക്കാർക്കും ഇല്ല. അവരതിനുള്ള 5 സ്റ്റാർ ഹോട്ടലുകാരെ കണ്ടെത്തിക്കോളും. ഞങ്ങൾ ഒരു പണപ്പിരിവും ഈ 7 വർഷത്തിനിടെ ചെയ്തിട്ടില്ല. കെട്ടിട ഫണ്ട് മാത്രമാണ്. ഏത് എക്സസ് മണി? 6 കോടി 10 ലക്ഷം രൂപ വേണം പിരിച്ചിട്ടുണ്ട്. 4 കോടി 53 ലക്ഷം രൂപ പിരിച്ചിട്ടുണ്ട്. ഇല്ല, ഞങ്ങൾക്ക് ഇപ്പം 70 പേരുണ്ടെങ്കിൽ 70 പേരും പൈസ തരൂലല്ലോ. ഇത് ലോണാണ്. ഈ ലോൺ പൈസ മറ്റുള്ളവരിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ഇപ്പോൾ തിരിച്ചു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ലോണായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഗവൺമെൻറ് എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ തീരുമാനം എടുക്കുന്നത്. അത് ഗവൺമെൻറ്റല്ലേ എടുക്കുന്നത്. നിങ്ങളെ കൊണ്ട് അത് കഴിയും. നിങ്ങളെല്ലാം കൂടെ ഇതിപ്പോൾ ചർച്ച നടത്തി ഞങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യം ഇല്ലാതാക്കുക. അത് മാത്രമാണ് കഴിയുന്നത്. ആര്? അതായിക്കോട്ടെ, നല്ലത്. അപ്പം നല്ല വാർത്ത കൊടുക്ക്. ഓക്കെ, താങ്ക് യു. ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽകുമാർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇടുക്കി ജില്ലാ പ്രസിഡന്റിന്റെ വിവാദമായ ഓഡിയോ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ പ്രതിരോധത്തിലായത്. അനിമോൻ എന്ന ഇടുക്കി ജില്ലാ പ്രസിഡന്റിന്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നത്. ഡ്രൈ ഡേ ഒഴിവാക്കാനും അതുപോലെ തന്നെ പ്രവൃത്തി സമയം കൂട്ടാനും സർക്കാർ നയപരമായ തീരുമാനമെടുക്കുന്നു. അതിന് സഹായകരമാകുന്ന രൂപത്തിൽ പണപ്പിരിവ് നടത്തുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് സർക്കാരിന് നൽകുക. ബാർ കോഴയുടെ അടുത്ത രംഗപ്രവേശം എന്ന നിലയിൽ ഈ ശബ്ദരേഖ വിവാദമായ സാഹചര്യത്തിലാണ് ഹോട്ടൽ അസോസിയേഷന്റെ പ്രസിഡന്റ് സുനിൽകുമാർ തന്നെ പ്രതികരിക്കാൻ നിർബന്ധിതനായിരിക്കുന്നത്. വിചിത്രമായ ന്യായവാദങ്ങൾ നിരത്തിയാണ് സുനിൽകുമാറിന്റെ ദുർബലമായ പ്രതിരോധവും. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, എന്താണ് സുനിലിന്റെ പ്രതിരോധം? വേണു, ഇക്കാര്യത്തിൽ നമുക്കറിയാവുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെ അനിമോനെ കേന്ദ്രീകരിച്ച് നമ്മളടക്കം കൂടുതൽ വിവരശേഖരണം നടത്തിയിരുന്നു. ഇപ്പോൾ ഈ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ ഇക്കാര്യത്തിലെ നിലപാട് അനിമോൻ അടക്കമുള്ള ചില ആളുകൾ ചേർന്നുകൊണ്ട് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള നീക്കം എന്നുള്ള ഒരു പ്രതിരോധമാണ് ഇപ്പോൾ വി സുനിൽകുമാർ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയത്. അനിമോനെ ഇന്നലെ കൊച്ചിയിൽ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ സസ്പെൻഡ് ചെയ്തു. ചില വിഭാഗീയ പ്രവർത്തനങ്ങളുടെ പേരിൽ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ സസ്പെൻഡ് ചെയ്ത ഒരാൾ പുറത്തുപോയി പറയുന്ന കാര്യങ്ങൾ എങ്ങനെ ഇതാക്കും എന്നുള്ളതും ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, അനിമോൻ ഉൾപ്പെടെയുള്ളവർ ചിലർ ചേർന്ന് മറ്റൊരു സംഘടന ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ആ വിഭാഗീയത പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതെന്നും നിലവിൽ ഇപ്പോൾ ഈ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റായ വി സുനിൽകുമാർ നിലപാടെടുക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് സംഘടനയ്ക്ക് ഒരു കെട്ടിടം വാങ്ങാൻ ആലോചനയുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു വിഭാഗത്തിൽ അതിൽ എതിർപ്പുണ്ട്. ഇടുക്കിയിലെ ചില ബാറുടമകൾക്കടക്കം അതുമായി ബന്ധപ്പെട്ട ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ റിഫ്ലക്ട് ചെയ്തു, ഇതിൽ പ്രതിഫലിച്ചു എന്നുള്ളതാണ് വി സുനിൽകുമാർ. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ബാർ ഉടമയും
ബാർ ഉടമകളുടെ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റുമായ അനിമോന്റെ ശബ്ദരേഖ പുറത്തു വന്നതോടെയാണ് വീണ്ടും ബാർ കോഴയുടെ അടുത്ത വിവാദത്തിന് തുടക്കമായിരിക്കുന്നത്. അനിമോന്റെ ശബ്ദരേഖയിൽ പറയുന്നത് എല്ലാ ബാർ ഉടമകളും 2.5 ലക്ഷം രൂപ വീതം സമാഹരിക്കണം എന്നാണ്. ഡ്രൈഡേ ഒഴിവാക്കാനും അതുപോലെ തന്നെ ബാറുകളുടെ പ്രവൃത്തി സമയം കൂട്ടാനും സർക്കാർ നയപരമായ തീരുമാനം എടുക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ പണം ആവശ്യപ്പെട്ടുള്ള അനിമോന്റെ ശബ്ദരേഖ വന്നിരിക്കുന്നത്. അത് ബാർ ഉടമകൾ സർക്കാരിന് കോഴ നൽകാനാണ് എന്ന രൂപത്തിൽ ആരോപണം ഉയരുകയും ചെയ്തു. ദുർബലമായ പ്രതിരോധമാണ് ഈ കാര്യത്തിൽ ഫെഡറേഷന്റെ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. 7 വർഷത്തിനിടെ പണപ്പിരിവ് നടത്തിയിട്ടില്ല. കെട്ടിട ഫണ്ട് പിരിവാണ് നടന്നിരിക്കുന്നത്. ഇത് വിഭാഗീയ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള അനിമോന്റെ ശബ്ദരേഖയാണ്. അതിന്റെ പേരിൽ അനിമോനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുമാണ് സുനിൽകുമാർ പറഞ്ഞത്.